നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. സന്ധ്യയായാൽ തൊടുപുഴ ടൗണിന് പ്രകാശമായി കടകളിലെ ബൾബുകൾ മാത്രം ആശ്രയം. നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണ് ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല തെളിയുന്നതായിട്ട്. ഇത് ഇവിടെ മാത്രമല്ല, ടൗണിൽ എല്ലായിടത്തും റോഡുകളിൽ, പ്രധാന റോഡുകളിലൊന്നും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എന്നുള്ള ജനങ്ങളുടെ പരാതിയാണ്. കൗൺസിൽ യോഗങ്ങളിലൊക്കെ ഇത് ചർച്ച ആവണമുണ്ടെങ്കിലും പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് വലിയൊരു അവസ്ഥ. സത്യം പറഞ്ഞാൽ ഇവിടെയാണ് വിവാദനായി നിൽക്കുന്ന സനീഷ് ജോർജ് കൗൺസിലറിൻ്റെ പ്രത്യേകത. ചെയർമാൻ സ്ഥാനം വഹിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്രയേറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നാലും ടൗണിൽ മിക്കയിടത്തും വെളിച്ചമുണ്ടായിരുന്നു. ഈ വെളിച്ചമില്ലാത്തതിൻ്റെ മറവിൽ നിരവധി മാഫിയ സംഘങ്ങളും അനധികൃത മദ്യവിൽപ്പനക്കാർക്കും റോഡ് സൈഡിൽ മദ്യം കുടിക്കുന്നവർക്കും സാഹചര്യം ഒരുക്കുന്ന രീതിയിലാണ് തൊടുപുഴ ഇലക്ട്രിസിറ്റി വകുപ്പും മുനിസിപ്പൽ അധികാരികളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെന്തോ ഭാഗ്യത്തിന് ജംഗ്ഷനിൽ മാത്രം അത് ഈ ലൈറ്റാണ്. ലൈറ്റാ ആ നോക്കി ഇങ്ങോട്ട് തിരിയുവാണ്. പി ജോസഫിൻ്റെ ഇങ്ങോട്ടും അതിൻ്റെ വാതിക്ക് തന്നെ, ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ വാതിക്ക് തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എന്നുള്ളതിൻ്റെ വലിയൊരു അപാകതയാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ KCV ഇലക്ട്രിസിറ്റി ഓഫീസ്. നോക്ക്, ഇവിടുന്ന് അങ്ങോട്ട് പോണേ പാലായിക്ക് പോണ വഴിക്കും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. പോട്ടെ ഇതുണ്ടോ ബോർഡ് വരെ കാണാൻ പാടില്ല. ബോർഡ് ഒരു ബോർഡും കാണാൻ പാടില്ലാത്ത. തൊടുപുഴ ഏറ്റവും വലിയ തിയേറ്ററാണ്. തിയേറ്ററിൻ്റെ സ്ഥലത്ത് പരിസരത്ത് ഒരൊറ്റ ലൈറ്റ് വരെയില്ല എന്നുള്ളതാണ്. ഇത് കത്തിയിട്ടില്ല, അതുകൊണ്ടല്ലോ ഈ കാണാം. ഇതുണ്ടോ പോട്ടെ, കാണാം, എടുത്തു. ഇത് ഇനി പാലായിക്ക് പോണ വഴിക്ക് ഒന്നും ഇല്ല. ഇതിപ്പോൾ ഇത് ടൗണിലെ മാത്രം ഒന്ന് കാണിച്ചെന്നുള്ളൂ. ടൗണിലേക്ക് ഇരി. തൊടുപുഴ മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡിൻ്റെ കവാടം തന്നെ ഇരുട്ടിലാണ്. ലൈറ്റില്ല, കടകളിലെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇതുണ്ട്, ഇത് സ്ട്രീറ്റ് ലൈറ്റാണ്, പക്ഷേ ഇത് കത്തുന്നില്ല. കടകളിലെ ലൈറ്റാണ്, ഇതോട് സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല. ഇതിലെല്ലാം ലൈറ്റ് ഉള്ളതാണ്, ഇതൊന്നും കത്തണില്ല. ഇത് ടൗണിലെ കടകളിലെ ലൈറ്റ് മാത്രമേ, കടകൾ അടച്ചു പോയാൽ ഇരുട്ടില്ല. ഗാന്ധി സ്ക്വയറിലേക്കുള്ള വഴിയാണ് ഇത്. ധന്യന്തിരിപ്പടിയാണ്, ലൈറ്റില്ല. ഇത് കാണുക, ഇവിടെ ബസ് സ്റ്റാൻഡാണ്, ഇരുട്ടിലാണ്, ലൈറ്റില്ല. ഇത് തൊടുപുഴത്തെ ഏറ്റവും വലിയ ആശുപത്രിയുടെ, ചാഴികാട് ആശുപത്രിയുടെ ജംഗ്ഷനാണ്. ഇവിടെ വിവാദമായ ഒരു സ്ഥലമാണ്, എന്നാലും ലൈറ്റില്ല. ഇത് കണ്ട് ഇവിടെ ഒരു ലൈറ്റ് വേണ്ടതാണ്, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ഇത് നമ്മുടെ MLA PJ ജോസ് സാറിൻ്റെ ഓഫീസാണ്. അതിൻ്റെ വാതിക്കൽ കാണാം, ലൈറ്റില്ല. ഇതുണ്ടോ, ഒറ്റ ലൈറ്റില്ല, ഇതും കത്തുന്നില്ല. എന്തോ നിർഭാഗ്യവശാൽ ഒരെണ്ണം ഇവിടെ കത്തിയിട്ടുണ്ട്. അത് അതേ ഉള്ളൂ. തൊടുപുഴ ഇരുട്ടിലാണ്. നമ്മുടെ തൊടുപുഴയിലെ വ്യവസായ രംഗത്തെ 2-3 കടയുള്ള നമ്മുടെ സിനിമ ചേട്ടനാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ഓഫീസ് ഇങ്ങനെ നമ്മുടെ ഇരുട്ടിലാക്കുന്നത്? 1 2 മാസങ്ങളായി. നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി മുതൽ തൊടുപുഴ മുനിസിപ്പാലിറ്റി പ്രാന്തപ്രദേശങ്ങളിലും ടൗൺ പ്രദേശങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റുകളും അല്ലെങ്കിൽ ഒരു സാധനമില്ല. മുനിസിപ്പൽ ചെയർമാൻ പോയതോടുകൂടി നെക്സ്റ്റ് സ്റ്റെപ്പ് മുനിസിപ്പൽ ചെയർമാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല. ഏതായാലും തൊടുപുഴ മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ ഒരിടത്തും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എന്നുള്ളത് വസ്തുതപരമാണ്. ഇതിനെതിരെ ഇതാരും ശ്രദ്ധിക്കുന്നുമില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് ശ്രദ്ധിക്കുന്നില്ല, മുനിസിപ്പാലിറ്റി ശ്രദ്ധിക്കുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ അഴിഞ്ഞാട്ടം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ബ്രാൻഡി ഷോപ്പുകളും മദ്യവിൽപ്പനക്കാരും വളരെ കടന്നു പിടിച്ചിരിക്കുന്നതുകൊണ്ട് പാലത്തിൽ കൂടി വൈകിട്ട് 6 മണിക്ക് ശേഷം ലേഡീസിന് നടക്കാൻ പാടില്ലാത്തൊരു സ്ഥിതിവിശേഷമാണുള്ളത്. ഈ ഓണക്കാലത്തെങ്കിലും ഈ ടൗൺ മുഴുവൻ അലങ്കരിച്ച്
നല്ല ലൈറ്റ്ഫുള്ളും കളർഫുള്ളും ആക്കേണ്ടത് കടമ മുനിസിപ്പാലിറ്റിയുടേതാണോ ഇലക്ട്രിസിറ്റിയുടേതാണോ അതെയോ സർക്കാരിൻ്റെതാണോ എന്ന് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ഇവിടെ ഉന്നയിക്കുകയാണ്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് ആൻഡ് ക്യാമറ തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.